സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7-8 വാക്യം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സെന്ററിൽ കടന്നു വരുവാൻ കർത്താവ് സാവകാശം ഒരുക്കുന്നു. ഇന്ന് വൈകിട്ട് ദൈവവാസ പ്രാർത്ഥന പ്രസിദ്ധീകരിച്ച് ചെയ്യുന്ന സെൻട്രൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന പേരേജ് പാസ്റ്റർ കുടുംബം, ഈ സെന്ററിന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നേതൃത്വം നൽകുന്ന അഭിഷേക ദൈവദാസൻ പാസ്റ്റർ ടി തോമസ് അവരുടെ കുടുംബം, മറ്റ് വേല സ്ഥലങ്ങളിലായിരിക്കും ദൈവദാസന്മാർ. എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല, പക്ഷേ മോൻസിച്ചാനെ മോൻസിപ്പാസ്റ്ററെ അറിയാം, കുടുംബത്തെ അറിയാം. മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് യാത്ര തിരിച്ച് വരുവാനിടയായി തീർന്നു. ഞങ്ങളുടെ പ്രിയ അഭിഷേകത്തിന്റെ മാതാവ് മോഹൻ മാമയെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങനെ വരുവാൻ കർത്താവ് സാവകാശം നൽകി. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടും ഇരുന്നു. ഈ വായിച്ച വേദഭാഗം നമുക്ക് മറ്റു വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഗം തന്നെയാണ്. അതിനകത്ത് 3 ഭാഗമാണ് ഞാൻ ദൈവമക്കളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അത് ആദ്യമേ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, ഒരു പക്ഷേ എനിക്ക് ആ സന്ദേശത്തിലോട്ട് വരാൻ ഒത്തൊന്നും വരത്തില്ല. ഞാനൊരു സിസ്റ്റമാറ്റിക് പ്രീച്ചർ അല്ല. നിങ്ങളത് ദൈവദാസന്മാർ ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം. വിഭാസ് വന്നല്ലോ, ഒരു 6-7 പോയിന്റ് പറയും, ഗ്രീക്ക് പറയും, ഹീബ്രു പറയും, അങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, റിസൾട്ട് ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാകണം? റിസൾട്ട് ഉണ്ടാകണം. ആരാധിച്ചാൽ എന്ത് ചെയ്യണം? ദൈവ ശുശ്രൂഷകളിൽ കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? രക്തത്താൽ ജയമെടുക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇടയായിരുന്നു, നമ്മുടെ കേരളത്തിലുള്ള അത്രയും മിടുക്കന്മാർ വേറെ എങ്ങും ഇല്ല. കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വചനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവെക്കുന്നുണ്ട്. ഞാൻ ഈ പഴയ സഭകളിലൊക്കെ ഒത്തിരി പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് പൊതുവെ ദൈവദാസന്മാർ. കാരണം വർഷാവസാനം ആവുമ്പോഴത്തേന് എല്ലായിടത്തും മീറ്റിങ്ങുകളുടെ തിരക്കുള്ള സമയമാണ്. അപ്പൊ ഞാൻ പഴയ ചില ചർച്ചകളിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം ഈ ആശാനുപദേശിയുടെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടവരുന്നുണ്ട്, സ്നാനപ്പെട്ടവർ, ദൈവസഭയോട് ചേർന്ന് വന്നവരുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ആ ദൈവമനുഷ്യൻ അന്ന് തന്നെ ഞാൻ ആ ഏലിയാവെന്ന് പറഞ്ഞ ആ ഭക്തന്റെ ബുക്ക് മേടിച്ച് വായിച്ചു, തന്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ കൈകാര്യം ചെയ്ത ആശയങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു. ഈ രാത്രി അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നമുക്ക് ആശയമല്ല വേണ്ടത്, നമുക്ക് മിടുക്കല്ല വേണ്ടത്, നമുക്ക് ജ്ഞാനമല്ല വേണ്ടത്. നമ്മുടെ അകത്തൊരു അഭിഷേകം വ്യാപരിക്കണം. പാമ്പാക്കുളെ വിഴുങ്ങത്തക്ക രീതിയിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന ദേശത്തെ വാഴത്തക്ക രീതിയിൽ ഈ ഉപവാസത്തില് എന്റെ മേൽ ആത്മമണ്ഡലം വെളിപ്പെടണമേ. വന്ന നിമിഷത്തെ കണ്ടി ദൈവ സാന്നിധ്യം വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രി ഓരോരുത്തരെ കർത്താവ് തൊടും. എനിക്ക് ഉറപ്പുണ്ട്, ചിലരെ തൊടുമെന്ന് പറയാനല്ല ഞാൻ വന്നത്. കർത്താവ് ഞങ്ങളെ ഇവിടെ കയറ്റെങ്കിൽ ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പുറകിലിരിക്കുന്ന ദൈവദാസന്മാരെ വരെ ആത്മമണ്ഡലത്തെ ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിയണം. ഈ രാത്രിയില് കണ്ടോ കേട്ടോ ഈ ശുശ്രൂഷയ്ക്ക് ഒരു ഇവാലുവേഷൻ തയ്യാറാക്കാനോ നമ്മൾ വന്നിട്ടില്ല. ഒരു നിമിഷമാണെങ്കിലും ദൈവവുമായി ഒന്ന് കണക്റ്റഡ് ആകണം. ആത്മതലവുമായി ഒന്ന് കണക്റ്റഡ് ആകണം. ഈ ഉപവാസത്തിൽ നഷ്ടപ്പെട്ട അന്യഭാഷ മടങ്ങി വരണം, നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരണം, നഷ്ടപ്പെട്ട ദൈവകൃപ മടങ്ങി വരണം.
മൂന്ന് ഭാഗമാണ്. ഞാനത് പറഞ്ഞില്ലേ, പിന്നെ വിട്ടുപോകും. മൂന്ന് ഭാഗമാണ്. ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ അകത്ത് കിട്ടിയ വെളിപ്പാടാണ് കേട്ടോ. നമ്മളെ മാറ്റുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല, നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനമല്ല, നമുക്ക് കൈത്താങ്ങൽ തരാൻ നിൽക്കുന്ന ആരുമല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന വെളിപ്പാടാ. നീ ഉയരണോ? നിന്റെ അകത്തൊരാഗ്രഹം വേണോ? നീ അഭിവൃദ്ധി പ്രാപിക്കണോ? നിന്റെ ശുശ്രൂഷയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകണോ? അകത്തൊരു പൊളിച്ചെഴുത്ത് നടക്കണം. ഈ ഉപവാസം ചിലരുടെ വെളിപ്പാടുകളെ മാറ്റട്ടെ. ചിലരുടെ കാഴ്ചപ്പാടിന്റെ കഴിവ് പറയാനല്ല, എന്റെ പ്രസംഗത്തിൽ ഇന്നലകളിൽ വെളിപ്പെട്ട വിടുതൽ പറയാനല്ല, യേശുവിനെ ഉയർത്താൻ, ഈ പട്ടണത്തിൽ യേശുവിനെ ഉയർത്താൻ. ആരാധിപ്പിക്കുമെന്ന് ചിന്തിച്ചിരിക്കല്ലേ. അവസാനം ഒരു പാട്ടുപാടി, അതൊക്കെ ഒരു രീതിയുണ്ട്. ഇന്നിപ്പിച്ച് എന്തിനെ നിർത്തി ഒന്ന് ആരാധിപ്പിക്കും. അങ്ങനെയുള്ള മനോഭാവത്തിൽ ആരാധിക്കരുത്. അങ്ങനെ എനിക്ക് നിയോഗം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. ഒരാളോട് പോലും സ്തോത്രം പറയാൻ ഞാൻ പറയത്തില്ല, ഒരാളോട് പോലും ആരാധിക്കാൻ ഞാൻ പറയത്തില്ല. കാരണം അങ്ങനെ കത്തിയ കരിയിലേക്ക് കത്തുന്ന പോലെ ഉള്ളൂ, അന്നേരം അങ്ങ് തിരിക്കും. പക്ഷേ പാമ്പാക്കുളയിൽ മുട്ടിക്ക് തീ പിടിച്ച ചിലർ എഴുന്നേക്കണം, മുട്ടിക്ക് തീ പിടിച്ച ചിലർ എഴുന്നേക്കണം. ഓ, വാലിന് തീ പിടിച്ച ഗുരുക്കന്മാർക്ക് മാത്രമേ ഫെലിസ്ത്യന്റെ നിലങ്ങളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഈ രാത്രി അങ്ങനെ ചിലതിനെ തമ്പുരാൻ തെരഞ്ഞെടുക്കട്ടെ. ഈ മുൻനിരയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. തോടട്ടെ കർത്താവ്, ഓരോരുത്തരെയും തോടട്ടെ കർത്താവ്, തോടട്ടെ 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 തോടട്ടെ. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്, താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഒന്ന്, യേശു വലിയവൻ. രണ്ടാമത്തെ വെളിപ്പാട് അയച്ചൂടെ കയറേണ്ടത്, ഞാൻ യോഗ്യനല്ല. ഞാൻ എന്തല്ല? ഒരുവന്റെ അകത്ത് നിഗളം വന്നാൽ അവസാനമേ അവൻ അറിയത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? അവസാനമേ അവൻ അറിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ പരാജയം എന്താണെന്നറിയാമോ? നമുക്കറിയാതെ ഒരു യോഗ്യത നമ്മൾ കൽപ്പിക്കുക. രാത്രി ഞാൻ എന്നെ ഒന്ന് പൊളിക്കട്ടെ. ചില പുൾപിറ്റലുകളും ചില അവസരങ്ങളും ജീവിതത്തിൽ വരുമ്പോ സംതിങ് ഞാനായെന്നൊരു ചിന്ത, ശബ്ദം മാറുന്നു, നടപ്പിന്റെ രീതി മാറുന്നു, ടോൺ മാറുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കാൻ അത് തടസ്സമാ. ഇന്ന് രാത്രി ചിലത് പൊളിയണം, ചിലത് പൊളിയണം. നീ കെട്ടിയ ചില കെട്ടുകൾ, നീ ഉയർത്തിയ ചില വെളിപ്പാട് കിട്ടിയവൻ പറയുക, ഞാൻ എന്തല്ല. അത് രണ്ടാമത്തെ ഭാഗമാണ്. മൂന്ന്, ഒരു വെളിപ്പാടൂടെ അവൻ പറയുക, അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? പറ. സ്നാനം കഴിപ്പിക്കും. ഒന്ന്, എന്റെ ഈ സന്ദേശത്തിന്റെ പ്രധാന ഭാഗം അത്രേ ഉള്ളൂ. ഒന്ന്, യേശു ആരാ? വലിയവൻ. രണ്ട്, ഞാൻ എന്തല്ല? യോഗ്യനല്ല. മൂന്ന്, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അനുഭവമല്ല, അടുത്തൊരു മേഖല കർത്താവിന് തുറന്നു തരാൻ ആഗ്രഹമുണ്ട്. ഈ ഉപവാസത്തിന് എത്ര പേര് കൊതിക്കുന്നുണ്ട്? കൊതിയോട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം. മനുഷ്യന് സഹതാപം തോന്നിയാൽ അവന്റെ പരിമിതിക്കകത്ത് നിന്ന് എന്തെങ്കിലുമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തരത്തുള്ളൂ. എന്നാൽ അമർത്തി കുലുക്കി തരുന്ന മനുഷ്യന്റെ മുഖത്തുനിന്ന് നമ്മുടെ കണ്ണുകൾ മാറി. ഈ ഉപവാസ പ്രാർത്ഥനയില് എന്റെ കണ്ണെന്റെ ദൈവത്തിങ്കലേക്ക് ഒരു പരിധിക്കപ്പുറം തലമുറകളിലേക്ക് കണ്ണുപോകരുത്. ഒരു പരിധിക്കപ്പുറം ലോകത്തിന്റെ പ്രമുഖന്മാരിലേക്ക്, സമ്പന്നരിലേക്ക് നമ്മുടെ കണ്ണുപോകരുത്. നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരുവരേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. പല മുഖത്തേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്ന ചിലരിന്ന് രാത്രിയുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളെ തൊട്ട് പ്രബലനാത്മാവിൽ ഒരു ദൂത് കൈമാറുക.
തയ്യാറാകുക. ഈ വർഷത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോ ദൈവമുഖത്തേക്കൊന്ന് നോക്കാൻ തയ്യാറാകുമോ? ദൈവം വിശ്വസ്തനാകട്ടോ, ദൈവം വിശ്വസ്തനാ. ദൈവമക്കളെ, വാഗ്ദത്തം നമ്മുടെ ആയുധമാണ്. വർഷത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ വാഗ്ദത്തം നമ്മുടെ ആയുധമാണ്. നമ്മുടെ ഭവനത്തിനകം നെഗറ്റീവ് പറഞ്ഞ് നിറയ്ക്കരുത്. ഇനിയുള്ള കുറച്ചു ദിവസം നമ്മുടെ വാഗ്ദത്തങ്ങളൊന്ന് ഉരുവിടണം. കർത്താവേ, നീ എന്നോട് ഇങ്ങനൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, എന്റെ തലമുറയോട് ഇങ്ങനൊരു ആലോചന പറഞ്ഞിട്ടുണ്ട്, അത് നിവർത്തിച്ചു തന്നേ ഒക്കത്തുള്ളൂ. എത്ര ദൈവമക്കൾ അതരങ്ങൾ ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. എന്നോടുള്ള ദൂതുകൾ, എന്നോടുള്ള ദൈവ ശബ്ദങ്ങളാ. അപ്പോൾ ഒരു സംശയം വരും, ചിലതൊക്കെ വൈകിയെന്ന് വരും. പക്ഷെ നടക്കാതിരിക്കുന്നത് എന്താ? വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറുന്നവനാണോ? അല്ല. ദൈവമക്കളെ, ഒരു ദൈവിക ശബ്ദം നിന്റെ നേരെ ഡെലിവർ ആകുമ്പോ ദൈവത്തിന്റെ ആത്മാവ് അതെങ്ങനെ നിവർത്തിക്കാമെന്നോർത്ത് ജാഗരിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ അത് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കുക. ദൂത് പ്രാപിക്കാൻ പ്രയാസമാ, എന്നാൽ അതിനെക്കാട്ടി പാടാ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിയെടുക്കാൻ. കൈകെട്ടിയിരിക്കുന്നവന്റെ പോക്കറ്റിൽ കൊണ്ട് അനുഗ്രഹം കൊടുക്കുന്നവനല്ല. ഓ പഴയ നിയമം തന്നെ എടുത്തു. ആലയത്തിൽ വരുമ്പോൾ യാഗം അർപ്പിക്കണം. യാഗം അർപ്പിക്കാൻ വന്നാ മതി ആലയത്തില്. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം, ആലയത്തിൽ വരുന്നവൻ യാഗം അർപ്പിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ അവനവന്റെ പ്രാപ്തിക്ക് അർപ്പിച്ചാൽ മതി. കാളക്കിടാവിനെ അർപ്പിക്കാവുന്നവൻ കാളക്കിടാവിനെ അർപ്പിക്കണം. ആടിനെ അർപ്പിക്കാവുന്നവൻ ആടിനെ അർപ്പിക്കണം. പ്രാവിനെ അർപ്പിക്കാവുന്നവൻ പ്രാവിനെ അർപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചനോട് എന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒക്കത്തില്ല. അദ്ദേഹത്തിന്റെ പ്രാപ്തിക്ക് ചെയ്താൽ മതി. പ്രാപ്തി ഉണ്ടായിട്ടോ നിന്റെ വാ തുറക്കുന്നില്ലെങ്കിൽ, പ്രാപ്തി ഉണ്ടായിട്ടോ നിന്റെ കരം അടിക്കുന്നില്ലെങ്കിൽ, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്താലേ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങത്തുള്ളൂ. Thank you, precious Holy Spirit. Thank you, precious Holy Spirit. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് വെളിപ്പെടട്ടെ. നാവിൽ അധികാരമുള്ള, നാവിൽ തീയുള്ള ഒരു തലമുറ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം കേട്ടോ. അവൻ എങ്ങനെങ്കിലും ഹല്ലേലൂയ കൊടുത്ത ദൈവം പ്രസാദിക്കത്തില്ല. എങ്ങനെങ്കിലും കൊടുത്ത ദൈവം പ്രസാദിക്കത്തില്ല. നമ്മുടെ പ്രാപ്തി പോലെ നമ്മൾ എത്ര പേർക്ക് മനസ്സിലാകുന്നു? അത് ദശാംശമാണെങ്കിലും, അത് ആരാധനയാണെങ്കിലും, അത് എന്താണെങ്കിലും ദൈവം ഏൽപ്പിച്ചതുപോലെ കൊടുക്കണം. പണി അവിടെ ചെലവാകത്തില്ല, പണി അവിടെ ചെലവാകത്തില്ല. ഇന്ന് രാത്രി ഉള്ളതുപോലെ അറിയുന്ന ദൈവം വായ്ത്തത്വം എന്താ നടക്കാത്തെ? ദൈവം പറഞ്ഞ ദൈവശബ്ദം എന്താ വൈകുന്നത്? പുതിയ നിയമത്തിൽ തന്നെ മറുപടിയുണ്ട്. പുതിയ നിയമപുസ്തകം തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു ശിമെയോനും ഒരു ഹന്ന പ്രവാചകിയും അവിടെ ഇങ്ങനെ പറയേ, ആലയം വിട്ടുപിരിയാതെ. ആ പദം ദൈവമക്കളുടെ അകത്തേക്ക് വരണം. സാന്നിധ്യം നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു ദൈവദാസന് വേണ്ടിയാ, സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടിയാ ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒരാഴ്ച മാറി നിൽക്കുന്നവന് വേണ്ടിയല്ല. ഒരു ദിവസം വിശുദ്ധി നിന്നിട്ട് അടുത്ത ദിവസം പിന്മാറ്റത്തിൽ പോകുന്നതിന് വേണ്ടിയല്ല. ഒരു ദിവസം വാക്തത്വം പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം നെഗറ്റീവ് പറയുന്നവന് വേണ്ടിയല്ല. വിട്ടുമാറാത്ത ഒരു ദൈവ സാന്നിധ്യത്തിൽ ഒരു ദൈവ പൈതൽ നിന്ന ഒരാവിചാരകനും ഒരു മന്ത്രവാദിക്കും ഒരു ശുക്രവാദിക്കും ഒരു അന്ധകാല മണ്ഡലത്തിലും അവന്റെ വാക്തത്വത്തെ തടയാൻ കഴിയുന്നില്ല. ദേശത്തിന്റെ പോരുകൾ തകരട്ടെ, ദേശത്തിന്റെ അന്ധകാരങ്ങൾ തകരട്ടെ. ഇന്ന് രാത്രി ആലയത്തിനകത്ത് സ്തുതി സ്തോത്രങ്ങൾ ഉയരുമ്പോ ദൂതന്മാരുടെ സഞ്ചയവുമായി ഞങ്ങളുടെ അപ്പച്ചൻ വന്നതിനായി സ്തോത്രം. വെട്ടേണ്ടവരെ വെട്ടുന്നതിനായി, തകർക്കേണ്ടതിനെ തകർക്കുന്നതിനായി.
എന്റെ അകത്ത് പരിശുദ്ധം എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ചിലരെ കത്തിക്കും, ചിലരെ കത്തിക്കും. കൂടെ ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം അനുഭവിക്കും. ഈ തലമുറയിൽ ഒരു പ്രവചന അഭിഷേകത്തെ കർത്താവിനെ നിർത്തുന്നുണ്ടെങ്കിൽ എന്റെ അകത്തുള്ള പ്രവചന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആ മേഖലയെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, ദൈവമുഖത്തേക്ക് നോക്കുന്ന ചിലതിനെ ദൈവം കത്തിക്കുന്ന രാത്രിയാണ്. നിലനിൽക്കുന്ന ഒരു ആത്മീയ ജീവിതം ദൈവസഭയുടെ മേൽ തുറക്കണം. പരിശുദ്ധമ്മ അങ്ങനെ പ്രവചിക്കുന്നു. നിലനിൽക്കുന്ന ഒരു ദൈവഭക്തി, നിലനിൽക്കുന്ന ഒരു ആരാധന, നിലനിൽക്കുന്ന ഒരു വിശുദ്ധി, അത് ദൈവമക്കളുടെ മേൽ തുറക്കണം. അത് തുറന്ന ഈ പൈശാചിക മണ്ഡലത്തിന് ഒരു വെല്ലുവിളിയാ. പ്രസംഗിക്കുന്നവനെ ശത്രു ഭയപ്പെടുന്നില്ല കേട്ടോ, ദൂത് പറയുന്നവനെ ശത്രു ഭയപ്പെടുന്നില്ല. പക്ഷേ സാന്നിധ്യം വഹിച്ചോട് നടക്കുന്ന ഒന്നിനെ പൈശാചിക മണ്ഡലം പേടിക്കുക. നിന്റെ പ്രസംഗത്തെ അല്ല ഭയപ്പെടുന്നേ, നിന്റെ വിശുദ്ധിയെയാ ഭയപ്പെടുന്നേ. ഒത്തുവാക്യം ചേർത്തുള്ള അപ്പാണ്ടം കൊടുത്തുള്ള സംസാരത്തെ അല്ല ദൈവം പിശാച് ഭയപ്പെടുന്നത്. പിശയോ അകത്തു വ്യാപരിക്കുന്ന അഭിഷേകത്തെ പൈശാചിക മണ്ഡലങ്ങൾ പേടിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എവിടെ ചെന്ന് നിന്നാലും കർത്താവ് എന്നോട് പറയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പെന്തക്കോസിന് നഷ്ടപ്പെട്ടത് പണമല്ല, പെന്തക്കോസിന് നഷ്ടപ്പെട്ടത് നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല. പെന്തക്കോസിന്റെ ശക്തിയാ, പെന്തക്കോസിന്റെ ശക്തിയാ, പെന്തക്കോസ് എന്ന് പറഞ്ഞ ശക്തിയാ. എത്ര പേർ വിശ്വസിക്കുന്നു ഈ അഭിഷേക ശക്തിയാ? ഈ ന്യൂ ജനറേഷൻ ട്രെൻഡുകളിൽ അടിച്ചിറക്കുന്നതും അല്ലെങ്കിൽ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ചില അത്ഭുതങ്ങളെ എക്സ്പോസ് ചെയ്ത് പറയുന്നതുമല്ല. നിങ്ങൾ പെന്തക്കോസിന്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിക്കേ. പെന്തക്കോസ് ചരിത്ര പുസ്തകം സായിസാർ എഴുതിയ ബുക്കിൽ എടുത്ത് വായിച്ചു നോക്കിക്കേ. ഒരു അപ്പച്ചന്റെ നേരെ ഒരു ആനയും ഒരു പാപ്പാനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, എനിക്കത് പറഞ്ഞു തരാൻ എനിക്ക് എന്റെ ആ ശൈലിയിൽ ഒക്കുന്നില്ല. നേരെ മുന്നിൽ വന്ന് ഉപദേശിയെ ഭയപ്പെടുത്താൻ വേണ്ടി ആനയോടൊന്ന് തലയൊന്ന് കുലുക്കാൻ പറഞ്ഞു. ആന തല കുലുക്കി, പക്ഷെ അപ്പച്ചന്റെ അകത്ത് പേടിയില്ല. അപ്പൊ ഈ ദൈവകൃപ വർദ്ധിക്കുമ്പോ തിരിച്ചറിഞ്ഞോണം, ഭയം വിട്ടുമാറും. അകാരണമായ ചില ഭയത്തിന്റെ കെട്ടുകൾ പൊട്ടണം. എല്ലാം പോരാട്ടമാണോ, എല്ലാം ബന്ധനമാണോ, എല്ലാം ആവിചാരമാണോ പറഞ്ഞ് നിന്റെ കാലം കഴിക്കരുത്. ഇന്ന് രാത്രി ലഭിച്ച ശക്തി കൊണ്ട് കുടയാൻ തയ്യാറായ എല്ലാ അന്യായ ബന്ധനങ്ങളെയും തകർക്കാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. നിങ്ങൾ ആരും ആരാധിച്ചില്ലെങ്കിലും ഞാൻ ആരാധിക്കും. ഞാൻ 7ാം ക്ലാസ്സിലെ അഭിഷേകം പ്രാപിച്ച് ഹൈസ്കൂളിൽ ആദ്യമായിട്ട് കാല് വെച്ചപ്പോ എന്റെ സീനിയറായുള്ളവർ പറഞ്ഞു 1 മാസം കൊണ്ട് നിൽക്കുമെന്ന്, 1 മാസം കൊണ്ട് നിൽക്കുമെന്ന്. പക്ഷെ ഇന്ന് വരെ ആരാധന നിന്നിട്ടില്ല. ഇന്ന് പകല് ഞങ്ങളോട് ഒന്നിച്ചിരുന്ന ഓമനമാമ ഇവിടെ ഉണ്ടല്ലോ. എന്റെ ആഗ്രഹം ആലയത്തിനകത്ത് ഏറ്റവും ആരാധിക്കുന്നവൻ ഞാനാകണം, ഏറ്റവും ശബ്ദം ഉയർത്തുന്നവൻ ഞാനാകണം, ഏറ്റവും ദൈവത്തെ സ്തുതിക്കുന്നവൻ ഞാനാകണം. ഈ 40ാം വയസ്സിലും എന്റെ അഭിഷേകം കുറഞ്ഞിട്ടില്ല, എന്റെ ദൈവകൃപ കുറഞ്ഞിട്ടില്ല, അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു തലമുറ എഴുന്നേക്കണം. മണിക്കൂറുകൾ അന്യഭാഷ പറയുന്ന, മണിക്കൂറുകൾ ദൈവസന്നിധി മുട്ടുമടക്കുന്ന അഭിനയത്തിന്റെ കാലം കഴിഞ്ഞു പറഞ്ഞേ, അനുകരണത്തിന്റെ കാലം കഴിഞ്ഞുപോയി, കപടഭക്തിയുടെയോ വേഷാരാധനയുടെ കാലം കഴിഞ്ഞുപോയി. ജനുവിനായിട്ടൊരു തലമുറയെ, ജനുവിനായിട്ടൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. എത്ര നാൾ അഭിനയിച്ചു പോകും, എത്ര നാൾ ഭക്തനായിട്ട് നടിച്ചു മുന്നോട്ട് പോകും. ഇന്ന് രാത്രി പരിശുദ്ധം തൊട്ടു പറയുക, പരമാർത്ഥതയോട് നിൽക്കുന്ന ഒരു തലമുറയെ
ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചപ്പോ ദൈവം അതായി അഭിഷേകത്തിന്റെ വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഭയം മാറുക. ഭയം മാറുക. ഈ ഉപവാസപ്രാർത്ഥനയിൽ ദാവീദ് വന്നില്ല, അതൊരു കുറവ് തന്നെയാണ്. ഇന്നാളൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, ദാവീദിനെ എന്തിനാ പ്രസംഗിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അച്ഛാ, ഒരു കോഴിയെ കൊല്ലണമെങ്കിൽ അച്ഛൻ അമ്മാമ്മയുടെ സഹായം വേണം. ഒരു കോഴിയെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മാമ്മയുടെ സഹായം വേണം. ആ അച്ഛനാ പറഞ്ഞത് ദാവീദിനെ എന്ത് ചെയ്യരുത്. എടാ, ഒരു സിംഹം നേരെ വന്നപ്പോ കീറി. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഒരു കരടി നേരെ വന്നപ്പോ കീറി. അന്യഭാഷ പറയാത്തവനാ, യേശുവിനെ കിട്ടാത്തവനാ, നമ്മുടെ കൂടെ ആരാധന സന്തോഷമില്ലാത്തവനാ. പക്ഷേ അവന്റെ അകത്ത് വ്യാപരിച്ച അഭിഷേകം അവന്റെ ഭയത്തെ ആദ്യം കീറിക്കളഞ്ഞു. ഇന്ന് രാത്രി ഏതെങ്കിലും മണ്ഡലത്തിൽ ഭയം വെല്ലുവിളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താ, അരിയന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ, ദൈവസഭ ഒന്നിച്ച് കൽപ്പിക്കുമ്പോ അത് വിട്ടുപോകട്ടെ. ഈ തിരിവെന്നൊക്കെ പറഞ്ഞാൽ അതാ ഒരു പാട്ട് തന്നെ, എന്നെ ബലപ്പെടുന്ന ഒരു പാട്ട് തന്നെയുണ്ട്. തിരിവെന്ന് പറഞ്ഞാൽ അതാ ക്ഷേമം അന്വേഷിക്കാൻ ചെല്ലുന്നവർ ഇറങ്ങി വരുന്നത് ഇസ്രായേലിന്റെ രാജാവായിട്ടാ. അങ്ങനെയൊക്കെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ആ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് രാത്രി മാനുഷികമായ അനുഗ്രഹമല്ല നമ്മുടെ മേൽ വെളിപ്പെടേണ്ടത്. സഡനായിട്ടുള്ള ചില ബ്രേക്ക് ത്രൂകൾ എത്ര പേർ വിശ്വസിക്കുന്നു? വേറൊരു കാര്യത്തിന് വേണ്ടി പോയി തിരിച്ചിറങ്ങി വരുന്നവൻ രാജ്യത്തെ വേണ്ടി അഭിഷേകത്തോടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവർത്തികൾ എന്റെ സെന്ററിൽ നടക്കും, എന്റെ ദൈവദാസന്മാരിൽ നടക്കും, എന്റെ ദൈവമക്കളിൽ നടക്കുമോ? ഈ ആർക്കുമില്ലാത്ത ഭാരവും ആർക്കുമില്ലാത്ത വേദനയൊക്കെ വരുമ്പോ മനസ്സിലായിക്കോണം, ആർക്കുമില്ലാത്ത അനുഗ്രഹങ്ങളിലേക്ക് ദൈവം എന്ത് ചെയ്യും? നമ്മളെ ദാവീദ് തന്നെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, എന്റെ അപ്പനും അമ്മയും എന്ത് ചെയ്തിരിക്കുന്നു. ഞാൻ ചിന്തിച്ച്, ചിലപ്പോ അപ്പന് സ്നേഹം കുറഞ്ഞാലും അമ്മയ്ക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്നേഹം വരും. നീ അമ്മയ്ക്ക് ചില സ്നേഹം കുറഞ്ഞാലും അപ്പൻ എന്ത് ചെയ്യും? ആരും ഇവിടെ ഇല്ലയോ? ഇവിടെ ഈ ദാവീദിനെ അപ്പനും അമ്മയും മാത്രമല്ല, ഈ സഹോദരങ്ങളും എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് എന്താ അതുകൊണ്ടാവാൻ കർത്താവിനെ കൂടുതൽ അറിഞ്ഞത്. എവിടുന്നെങ്കിലും സ്നേഹം കൂടുതൽ കിട്ടിയാൽ നമ്മുടെ കർത്താവിനെ കൂടുതൽ അറിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ പട്ടുമത്തെ കിടന്നുകൊണ്ട് കർത്താവിനെ രുചിച്ചറിഞ്ഞവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ജീവിതത്തിന്റെ തീച്ചൂളയിലാ, ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലാ, മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് അറിയാത്ത മണ്ഡലങ്ങളിലാ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൂടുതൽ അറിയുവാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുവോ? ചെന്ന് കയറുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരു വ്യക്തി വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാ കൂടുതലും വനത്തിൽ നിൽക്കാൻ ആരാഗ്രഹിച്ചത്? ദാവീദ് ആഗ്രഹിച്ചത്. അവിടെ ആകെ കിട്ടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പൊ അതിനോടങ്ങ് ചേർന്നു. ഇന്ന് രാത്രി ആരെങ്കിലും കർത്താവെ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ബന്ധനമാണോ, ഇത് പോരാണോ? അല്ല, ഇത് നമ്മളെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നതാ. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങൾ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാ. യോസഫിന്റെ സഹോദരന്മാർ അറിഞ്ഞില്ല, പൊട്ടക്കെട്ടിലേക്ക് ഇട്ടപ്പോ അവന്റെ വാക്തത്വത്തിലേക്ക് അവൻ ചലിച്ചു തുടങ്ങുക. അപ്പന്റെ ഭവനത്തിൽ അവൻ ഇരുന്നാൽ അവൻ കണ്ട സ്വപ്നത്തിലേക്ക് അവൻ കയറത്തില്ല. സഹോദരന്മാർ അവനെ പൊട്ടക്കെട്ടിലിട്ടാലേ അവന്റെ ആദ്യ സ്റ്റെപ്പാകത്തുള്ളൂ. ആർക്കുമില്ലാത്ത, വഹിക്കാൻ കഴിയാത്ത ജീവിത മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവവേദനെ നിന്നെ തൊട്ട് കർത്താവ് പറയുക, വാഗ്ദത്തം അകത്ത് ചലിക്കുന്നത് കൊണ്ടാ, ദൈവത്തിന്റെ ദൂതകത്ത് ചലിക്കുന്നത് കൊണ്ടാ വല്ലാത്ത നിന്ദകളും വല്ലാത്ത പ്രതിസന്ധികളും വല്ലാത്ത രോഗങ്ങളും വല്ലാത്ത ഭാരങ്ങളും നമ്മളെ അലട്ടുന്നത്. ഇവരുടെ ക്ഷേമം അന്വേഷിക്കാനൊക്കെ ചെന്നേ. പക്ഷെ അവിടെ ചെന്നപ്പോ ഒരുത്തൻ ആരെ നിന്ദിക്കുന്നു? ചേട്ടന്മാരെ നിന്ദിക്കുന്ന നോക്കണ്ടേ? അല്ല, തന്നെ നിന്ദിക്കുന്നു. ഈ എനിക്ക് വികാരം പിടിക്കുന്ന എവിടാന്നറിയാമോ? എന്നെ ആരെങ്കിലും എന്തിനു പറയപ്പെട. പക്ഷെ ദാവീദിന് അങ്ങനല്ല, ദൈവത്തെ എന്തിനു പറയപ്പെട. അതാ നമ്മളും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ദാവീദിനെ സഹോദരന്മാര് പലതും പറഞ്ഞു, പക്ഷെ അവരെ വാക്കുകൾ എന്ത് ചെയ്യുന്നില്ല,
ദാവീദ് മൈൻഡ് ചെയ്യുന്നില്ല. വേണേ അവിടെ ഒരു പോർമുഖം അവന് തുറക്കാം. അവിടെ ഒരു പോർമുഖം എന്ത് ചെയ്യാം? ഈ ജയിച്ച് മുന്നോട്ട് പോയാലേ മുന്നേറാൻ കഴിയത്തുള്ളൂ. സന്ദേശം അല്പം മാറുന്നുണ്ട്, സമയത്തിന്റെ പരിമിതിയുണ്ട്. എങ്കിലും ദൈവമക്കളെ ഞാനത് പറയട്ടെ, ഈ ഭവനത്തിനകത്ത് സഹോദരിമാർ ഒത്തിരി പേരുണ്ടല്ലോ. ഈ എൽക്കാന പറയുന്നുണ്ട്, നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാട്ടി ആരും കിട്ടുന്നില്ല. നല്ലത്. അപ്പം വേദപഠിതാക്കൾ പറയുന്നത് പെനീനയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? 10 മക്കളുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഹന്നയുടെ പക്ഷത്ത് ആര്? യാക്കോബ്. എൽക്കാന ദൈവമല്ല, എൽക്കാന. കാരണം അവളോട് പറയുക, ഞാൻ നിനക്ക് പക്ഷേ അവള് ആ സ്വാതന്ത്ര്യം കൊണ്ട് അവിടെ ഒതുങ്ങിയില്ല. വേണേ അവൾക്ക് സാറായുടെ കൂടെ ചെയ്യായിരുന്നു. സാറായോട്ട് അബ്രഹാമിനെ വശത്താക്കി ആരെ പുറത്താക്കി? ഉണ്ടെന്നില്ല, ഹാഗറിനെ പുറത്താക്കി. പക്ഷെ ഇവക്കറിയാം അങ്ങനെ പുറത്താക്കിയാൽ അവിടെ വിഷയം മാറുന്നോ? വീടിനകത്തൊരു പോർമുഖം തുറന്നത് കൊണ്ട് വിഷയം മാറുമോ? ചിലർ ചിന്തിക്കുന്നത് 2 മറുപടി പറഞ്ഞാൽ നല്ലതാണ്. ഇല്ല കുഞ്ഞേ, രഞ്ജു പാസ്റ്റോട് 2 മറുപടി പറഞ്ഞാൽ എന്റെ വിഷയം മാറുമോ? എന്റെ വിഷയം മാറിയ കർത്താവ് മനസ്സിലാണോ? വീടിനകത്ത് പോർമുഖം തുറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്കോണം. അന്ന് നീ സംസാരിച്ച ദൈവം സംസാരിക്കത്തില്ല, നീ അലച്ച ദൈവം അലയ്ക്കത്തില്ല, നീ പ്രതികരിച്ച ദൈവം എന്ത് ചെയ്യത്തില്ല. ആദ്യത്തെ അന്തരീക്ഷം കെട്ടല്ലോ ഭാഷകൾ പലരും പറയുന്നു. അങ്ങനെ അന്തരീക്ഷം മുട്ടി കത്തണമെങ്കിൽ എന്തെന്നറിയാമോ? അങ്ങനെ കത്തിപ്പിടിച്ചാലേ ഒക്കത്തുള്ളൂ. പലരും ദൈവകൃപ ഭവനത്തിനകത്ത് അടിച്ചു കളയുക. ഇപ്പൊ എന്റെ വൈഫ് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുക, അവര് തലകുനിച്ചിരിക്കുക. മനസ്സിലായിക്കോണം, ഞാൻ വീട്ടിൽ ഓരോ ഒന്നുമില്ല. അതാണ് ചില അച്ഛന്മാര് പ്രബോധിപ്പിക്കുക എഴുതിയപ്പോ അമ്മമാർ തലകുനിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഇല്ല, ഞങ്ങളവിടൊക്കെ ഉണ്ട്. ചില അമ്മമാര് പ്രവചനം പറയുമ്പോ അച്ഛന്മാർ തലകുനിച്ച് എന്ത് ചെയ്യും? ഇരിക്കും. കാരണം 6 ദിവസം അച്ഛന്റെ വീട്ടിൽ പ്രവചനം ഇല്ല. അമ്മാമ്മയ്ക്ക് പ്രവചനം. രക്തം ജയമെടുക്കുന്നു. എന്നെ 24/7 കാണുന്നത് എന്റെ കുടുംബം. നാളെ എന്റെ കുഞ്ഞുങ്ങളോട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഞാൻ പറയണമെങ്കിൽ മിണ്ടുന്നില്ല. രാവിലെ ഞാൻ ബഹളം ഉണ്ടാക്കിയത് അവര് ബഹളം ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറഞ്ഞു. ബഹളം ഉണ്ടാക്കിയത് അവരെന്ത് ചെയ്യാ? ഇന്നലെയാ സംസാരിച്ചത്. ഇന്നലെ ഫോണിൽ കൂടെ അങ്ങനെ മിണ്ടിയത്. പിള്ളേർ ഭയങ്കര മിടുക്കരാ കേട്ടോ. ഇന്നാളെ എന്റെ കൊച്ചു പറഞ്ഞു, ഇന്നാളെ വഴക്കുണ്ടാക്കിയപ്പോ അപ്പൊ അങ്ങനെ പറഞ്ഞില്ലയോ? ഞാൻ വഴക്കുണ്ടാക്കിയപ്പോ പറയുന്നത് ഞാൻ മറന്നു. പക്ഷെ കൊച്ചെന്ത് ചെയ്തില്ല. നിങ്ങളൊന്ന് ചിരിച്ചായിട്ട് ഞാൻ എന്നെ എഴുതിയോ പൊളിക്കുന്നേ. രക്തം ജയമെടുക്കുന്നു. വീടിനകത്ത് പോർമുഖം തുറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ വിടുതലിന് തടസ്സമാ. അത് നിന്റെ വിടുതലിന് തടസ്സമാ. നിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഭവനത്തിനകത്തൊതുങ്ങും. എന്റെ മേൽ ദൈവം പകർന്ന കൃപ എന്റെ വൈഫിനോട് യുദ്ധം ചെയ്യാനല്ല, എന്റെ തലമുറയോട് യുദ്ധം ചെയ്യാനല്ല, എന്റെ കൂട്ടുദൈവദാസന്മാരോട് യുദ്ധം ചെയ്യാനല്ല. എനിക്ക് മുമ്പിൽ ഒരു പോരാട്ട മണ്ഡലം നിൽക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ ഒരു അന്ധകാര മേഖല നിൽക്കുന്നുണ്ട്. ഒരു പൈശാചിക കുടിയിരിപ്പ് എനിക്കെതിരെ നിൽക്കുന്നുണ്ട്. എന്റെ ശുശ്രൂഷക്കെതിരെ നിൽക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനാ റൂം സജീവമാകണമെങ്കിൽ അതിനൊരു അറ്റ്മോസ്ഫിയർ ഞാൻ ഉണ്ടാക്കണം. എന്നിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ ക്രിയേറ്റഡ് ആക്കണം. മഹത്വവാനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടത്തില്ല. ചെല്ലു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഓളത്തിനെന്ന് പറയാം 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത് അതിൽ ആരുണ്ട്? കർത്താവുണ്ട്. പക്ഷെ അത് നമുക്ക് ഗുണമാകത്തില്ല. തെറ്റിദ്ധാരണയാ നമുക്ക് ഗുണമാകുമെന്ന്. നമ്മളിൽ ഇറങ്ങാൻ നമ്മളൊരു സ്പേസ് ഒരുക്കണം. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. മണിക്കൂറിൽ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഈ പുൽപ്പിച്ചിട്ട് നിൽക്കുന്നത്. അത് സത്യം തന്നെയാ. പക്ഷേ നിന്നിലേക്ക് ആ ശക്തി ഇറങ്ങാൻ, നിന്നിലേക്ക് അഭിഷേകം ഇറങ്ങാൻ, നിന്നിലേക്ക് ദൈവകൃപ ഇറങ്ങാൻ, നിന്റെ അകത്തൊരു നല്ല നില നീ സൃഷ്ടിക്കണം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അങ്ങനെ ഒരു ഒരുക്കം. ഞാന് ഈ ദൈവദാസന്മാർക്കെല്ലാം അറിയാം.
അവർക്ക് ഇഷ്ടമുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പുതിയ ദൈവത്തെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പേരാ ബർത്തിമായി. ഞാൻ എപ്പം പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ കാര്യം പറയും, ഒന്ന് തൊട്ട് പറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവൻ എവിടെ ഇരിക്കുന്നേ? വഴിയരികയില. ഇവന്റെ കണ്ണടഞ്ഞു പോയതാ, പക്ഷേ ഇവന്റെ വാ ഇവൻ തുറന്നു. ഇവൻ ചിന്തിക്കുക, എന്റെ കണ്ണ് തുറന്നിട്ട് ഞാൻ വാ തുറക്കാമെന്ന് ചിന്തിച്ചാലും ചെല്ലു പറയത്തില്ലേ, പക്ഷേ എന്റെ അവസ്ഥയൊന്ന് മാറട്ടെ, ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യും. ആയുസിൽ അവൻ ചെയ്യത്തില്ല. കണ്ണടഞ്ഞിരിക്കുമ്പോ വാ തുറക്കുന്നവനെ കണ്ണ് തുറന്നാലും വാ തുറക്കത്തുള്ളൂ. എത്ര പേർക്ക് തൂത് മനസ്സിലാകുന്നു? ഇവന്റെ കണ്ണടഞ്ഞതാ, പക്ഷേ ദൈവം ഇവന്റെ ആദരം തുറന്നതായിരുന്നു. എല്ലാ വിഷയവും മാറിയിട്ട് ദൈവത്തിന് വേണ്ടി ആരെങ്കിലും നിൽക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്, വെറുതെയാ. കർത്താവ് വന്ന് സഭയെ എടുത്താലും നിനക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ പരിമിതിക്കകത്ത് നിന്ന് നീ ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കാൻ. രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, ശരീരം ചലിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയാകട്ടെ, നിനക്കൊക്കുന്ന വഴിയില്, നിനക്കൊക്കുന്ന ആരോഗ്യത്തിന്, നിനക്കൊക്കുന്ന ബലത്തിന് തൊടട്ടെ. Thank you precious Holy Spirit. Thank you precious Holy Spirit. നിന്റെ കഴിവിന് അപ്പുറം ഒന്നും ചെയ്യണ്ട, നിന്റെ പ്രാഗൽഭ്യത്തിന് അപ്പുറം ഒന്നും ചെയ്യണ്ട, നിന്റെ പണത്തിന് അപ്പുറം ഒന്നും ചെയ്യണ്ട. നിനക്കൊക്കുന്നത് അപ്പോഴ് ഈ ആത്മതലത്തിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാറാവുമ്പോ ചുറ്റും നിൽക്കുന്നത് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. ഇവിടെ ഇവന്റെ മുമ്പിൽ യേശു നിൽക്കുമെന്ന് മനസ്സിലായപ്പോ യേശുവിന്റെ കൂടുള്ളവരെ ഇവനെതിരെ തിരിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പുറത്തുള്ളവരെ അല്ല തിരിച്ചത്, യേശുവിന്റെ കൂടുള്ളവരെ തിരിച്ചു. അവനോടൊരു ഓർമുഖം തുറന്നില്ല. അവൻ ഒന്നുകൂടി ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് ദൂരം മനസ്സിലാകുന്നു? കർത്താവ് നിൽക്കുമെന്ന് എങ്ങനെയാ സെൻസ് ചെയ്യുന്നത്? കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ എതിരാകും, കൂടെ നിൽക്കുന്നവർ പോലും എതിരെ സംസാരിക്കും. ഇവരെന്നാ വായ അടച്ചേക്കാമെന്ന് ചിന്തിച്ചില്ല, ഇവരെന്നാ മിണ്ടതാകാമെന്ന് ചിന്തിച്ചില്ല. ഇവൻ ഒന്നുകൂടെ ഉച്ചത്തിൽ പട്ടണം കേൾക്കെ, ദേശം കേൾക്കെ, ഇന്ന് രാത്രി പൈശാചിക മണ്ഡലങ്ങൾ കേൾക്കെ, ഇവൻ ഉച്ചത്തിൽ ശബ്ദമുയർത്തിയപ്പോ നമ്മള് ചിന്തിക്കുന്ന പോലൊന്നുമല്ല കർത്താവ് നിൽക്കുന്നേ. നമ്മൾ ചിന്തിക്കുന്ന ലെവലിലും അല്ല ചിന്തിക്കുന്നത്. നമ്മള് മിടുക്കന്മാരാ, അവർക്ക് വേണ്ടി ദൈവമൊക്കെ നിൽക്കുമെന്നൊക്കെ ചിന്തിച്ച വെറുതെയാ. ബൈബിളിൽ കാണുമ്പോൾ വ്യത്യസ്ത മണ്ഡലങ്ങളാണ് കർത്താവ് നിൽക്കുന്നത്. ഇവിടെ ഇവന്റെ വിളിക്ക് മുമ്പിൽ ആര് നിന്നു? യേശു നിന്നു. വേറെ സംഭവം നമ്മൾ ഇത് ആ ഭാഗം വീണ്ടും ദൈവം പറയുന്നോട് പറയുക. വേറെ സുറഹോനിക്കാരി സ്ത്രീ യേശുവിനെ അടുക്ക ചെന്ന് പറയുക, എന്റെ മകൾക്ക് എന്താ ഭൂതോദ്രവം കലശല. ഞാനിങ്ങനെ ഇതിന്റെ ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ ഈ കർത്താവിന് തന്റെ ദേശത്ത് നിൽക്കാൻ ഒക്കുന്നില്ല. എത്ര ശുശ്രൂഷ ചെയ്തിട്ടും ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഇവൻ അച്ഛന്റെ മോനാ, ഇവൻ മറിയുടെ മോനാ. ഇവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഈ മനസ്സിന്, ഈ ശരീരത്തെ തകർക്കുന്നതിനേക്കാൾ വലിയ വിഷയം മനസ്സിനെ തകർക്കുന്നേ. എത്ര പേർക്ക് മനസ്സിലാകും? മനസ്സ് തകർന്ന വലിയ പാട്. അപ്പൊ യേശു ആരും അറിയരുതെന്ന് കണ്ട് പൂർണ്ണ മനുഷ്യരാകത്തോ കേട്ടോ. നിങ്ങൾ ആരും ചിന്തിക്കരുത് യേശുവിന്റെ 33.5 വർഷത്തെ ശുശ്രൂഷയിൽ ഇടയ്ക്ക് അവൻ ദിവ്യത്വത്തിലേക്ക് മാറിയതിനോ. 33.5 വർഷം പൂർണ്ണ മനുഷ്യനായി. ഒരു മനുഷ്യൻ സഹിക്കേണ്ട എല്ലാ വേദനകളും, ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടപ്പാടുകളും, ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ ഫീലിങ്സിലൂടെ കടന്നുപോയ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ഉയർത്തുന്നത്. നമ്മുടെ ഏത് കാര്യത്തെയും കർത്താവിനെ അറിയാം. നമ്മുടെ മുഖം ബന്ധം വർദ്ധിക്കുമ്പോഴേ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ മുഖം മാറിയാൽ നമുക്കറിയാം. സംസാരത്തിന്റെ ടോൺ മാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. കർത്താവിന്റെ ആ ബന്ധം അങ്ങോട്ട് ആഴത്തിൽ വർദ്ധിക്കുമ്പോ ആ കർത്താവിന് നമ്മളെ അറിയാൻ ദൈവമക്കളെ. ഞാൻ ചിന്തിക്കുക,
ഈ മുഷിച്ചിലില്ലാത്ത ഒരാൾ ആരേ ഉള്ളൂ? യേശു. ദൈവദാസമ്മ, ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ ഓണാക്കിയിട്ടിട്ട് പത്രം വായിക്കുക. അപ്പൊ വൈകി വന്ന് ചോദിച്ചു, അതെന്തോ അമ്മച്ചി പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ ഉണ്ട്. ഞാനൊന്ന് യേശു വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എന്തിയാ മതി. ആരും മിണ്ടുന്നില്ലല്ലോ കേട്ടോ. പാസ്റ്റർ ഞാൻ കേൾക്കുന്നില്ല. കാരണം ഈ 1.5 മണിക്കൂർ അമ്മച്ചിക്ക് വേണ്ടി രാവിലെ ഞാൻ മെനക്കെട്ട എന്റെ കാര്യം ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി, കാരണം പറഞ്ഞത് തന്നെയും പിന്നെ എന്ത് ചെയ്യാം. അമ്മച്ചി ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ എന്നോട്. അന്നാലും പാസ്റ്റർ ഒന്ന് കേൾക്കാം. എത്ര പേരുണ്ട്? അപ്പൊ എനിക്കൊരു മുഷിച്ചില്ല, പക്ഷെ കർത്താവിന് മുഷിച്ചില്ല കേട്ടോ. നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ പോലും ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തെ മുഷിക്കും. മിണ്ടാതിരിക്കാൻ പറയും. അല്പസമയം എനിക്കൊന്ന് റെസ്റ്റ് തരാൻ പറയും. നീ ഒന്ന് മാറിപ്പോകാമെന്ന് പറയും. പക്ഷെ ഇതുവരെ നമ്മുടെ അരിമനാഥൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അപ്പച്ചന ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിനോട് നമുക്ക് ഇത്ര സ്നേഹം, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരേ ഒരുവൻ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. അപ്പൊ യേശു ആരും അറിയില്ലെന്ന് പറഞ്ഞ് എവിടെ പോയിരിക്കുക? അവിടെ പോയിരിക്കുക. സോലിന്റെയും സീദോന്റെ അരികിലുള്ള ഒരു വീട്ടിൽ പോയിരിക്കുക. പക്ഷെ അവിടെ അവനെ അന്വേഷിച്ച് ആര് വരിക? ഞാൻ ഒറ്റ കാര്യം പറയാം. 10,000 നെല്ലുണ്ടോ? എലി വന്നിരിക്കും. ഒരവസരവും ആരും തരണ്ട. നിന്റെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ അഭിഷേകം വഴികൾ തുറക്കും. അഭിഷേകം വാതിൽ തുറക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അമ്മമ്മയോടൊക്കെ പറഞ്ഞു, 15 ബിരുദമായി ഈ വർഷം 4-5 പ്രസംഗം വരെ ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച ദിവസങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മമ്മേ, വഴികൾ ദൈവം ഈ വർഷം കണ്ടമാനം തുറന്നു. പിന്നെ ഞാൻ മനഃപൂർവ്വമായി ചില ആടുകൾ അങ്ങ് ഇടുക. അതെന്താണെന്നറിയാമോ? നിനക്ക് ഒരവസരം തരത്തില്ലെന്ന് പറഞ്ഞ് സകല വഴികളും അടച്ചൊരു മണ്ഡലമുണ്ട്. നമ്മൾ അറിയാത്ത കാര്യത്തിൽ, നമ്മൾ ചിന്തിക്കാത്ത മേഖലയ്ക്ക് ഇന്ന വ്യക്തിയുടെ കൂടെ നമ്മൾ നിൽക്കുന്നെന്ന് കണ്ട് നമുക്കുള്ള വഴികളെല്ലാം അടച്ച് ഇനി നീ ഒരു ശുശ്രൂഷ ചെയ്യട്ടെന്ന് പറഞ്ഞ് ലോകത്തിന്റെ വ്യക്തികൾ വഴികൾ അടച്ചപ്പോ കർത്താവ് പറഞ്ഞു, 2 അല്ല 3 അല്ല 4 അല്ല, നിനക്ക് മതി എന്ന് പറയത്തക്ക രീതി ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോളാം. ലോകത്തിന്റെ ഒരു അധികാരം അടച്ചാൽ അടയുന്നതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ. ലോകത്തിന്റെ ഒരു വ്യക്തി സ്റ്റോപ്പ് ചെയ്താൽ സ്റ്റോപ്പ് ആകുന്നതല്ല നിന്റെ അകത്തൊരു ദൈവശക്തി. അഭിഷേകന്മാരെ ഒന്ന് ചാർജ് ആകട്ടെ. ദൈവജനമേ ഒന്ന് ചാർജ് ആകട്ടെ. നിന്റെ അകത്ത് പകർന്ന ദൈവശക്തി ഒരു പ്രസ്ഥാനത്തിന് ഒതുക്കാൻ കഴിയത്തില്ല. ലോകത്തിന് ഒരു വ്യക്തിക്ക് ഒതുക്കാൻ കഴിയത്തില്ല. അല്പം തടഞ്ഞാലോ അത് പൊളിച്ചു പുറത്തു വരും. അടച്ചു വെക്കാൻ ഒക്കത്തില്ലെന്നേ. അല്പസമയം തടയണയിട്ടൊന്ന് തടഞ്ഞു വെച്ചാലും ഫോഴ്സ് വർദ്ധിക്കുക. വെള്ളം തടഞ്ഞു വെക്കുന്ന കർഷകനായവരുണ്ടല്ലോ, തടഞ്ഞു വെച്ചാൽ മുമ്പത്തെ ഒഴുക്കല്ല, ശക്തി വർദ്ധിക്കുക. ഇന്ന് രാത്രി ഏതെങ്കിലും മണ്ഡലത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇല്ലാതാകുകയല്ല, നിന്റെ ശക്തി വർദ്ധിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മൂർച്ച കൂടുക, നിന്റെ പ്രസംഗത്തിന്റെ മൂർച്ച കൂടുക, നിന്റെ അന്യഭാഷയുടെ മൂർച്ച കൂടുക. വർഷങ്ങളായി തടയപ്പെട്ട ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നെങ്കിൽ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുക. നീ ശക്തിയോടെ പുറത്തു വരാൻ പോകുന്ന ഒരു സമയം. നമ്മുടെ പേരുള്ള അഭിഷേകം നമ്മളായിട്ട് തകർത്താലേ ഉള്ളൂ. പലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നമ്മുടെ പേരുള്ള വാക്തത്വം നമ്മളായിട്ട് തകർത്താലേ ഉള്ളൂ. അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ശക്തിക്കും
ലോകത്തിന്റെ ഒരു ബലത്തിനും ലോകത്തിന്റെ ഒരു അധികാരത്തിനും അതിനെ തകർക്കാൻ കഴിയത്തില്ല, അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഓ, ഈ ഒരു സീസൺ കർത്താവ് പ്രവചിച്ചു പറയുക, 2025 ഞാൻ ശക്തിയോടെ പുറത്തു വരുന്ന വർഷമാ. ദൈവമക്കൾ അതിനും പുറത്തു പറഞ്ഞിട്ട് 2025 കർത്താവിന്റെ വരവ് താമസിച്ച പാമ്പാക്കുട സെന്റർ ശക്തിയോടെ പുറത്തു വരുന്ന വർഷമാ. എത്ര തടഞ്ഞാലോ എത്ര തടയിട്ടാലോ ശക്തി വർദ്ധിച്ച് അത് പുറത്തു വരും. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, അപ്പൊ യേശു ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താ ഞാൻ കഴിഞ്ഞ ദിവസം ആരാളോട് പറഞ്ഞു, ഒരാളോട് കടം ചോദിക്കാൻ പോവാണെങ്കിൽ ദൈവത്തോട് ചോദിച്ചിട്ടേ പാവും. കാരണം അവൻ നല്ല മൈൻഡിൽ അതിൽ എത്തിയിട്ടില്ല. അവന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായാലേ എത്തിയത്തുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഇപ്പം തരാമെന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോ അന്നേരം അച്ഛൻ ഒരു തകർച്ചയുടെ അനുഭവമാണ്. അച്ഛൻ പറയും തരാൻ എന്ത് ചെയ്യുന്നില്ല. കടം കിട്ടണേ പോലും എന്ത് ചെയ്യണം, ദൈവം ഒന്ന് അനുവദിക്കണം. അപ്പൊ ഒരു വല്ലാത്ത അനുഭവത്തിൽ യേശു നിൽക്കുമ്പോഴേ ഇവള് ചെന്ന് സൗഖ്യം ചോദിച്ചേ. യേശു പറഞ്ഞു, മക്കളുടെ അപ്പോൾ എന്ത് ചെയ്തില്ല, റഫായിട്ടാ സംസാരിക്കുന്നത്. അതാ ആ സിറ്റുവേഷനില്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ മനസ്സിലാവാൻ ഇന്നത്തെ ഭയങ്കര ഒരു സന്ദേശം നിങ്ങളുടെ ഞാൻ ചിന്തിക്കാത്തൊരു മേഖലയാണ്. പോർമുഖം തുറക്കരുത്. ഞാൻ ആ ഭാഗം പ്രസംഗിക്കാനല്ല വന്നത്. ഇങ്ങനൊരു ഡൈവേർഷനും എനിക്കില്ല, ഇതിന്റെ മെസ്സേജും എനിക്കില്ല. പക്ഷെ ഇവിടെയും പറയാ, അവക്ക് വേണം യേശുവിനോടൊരു പോർമുഖം തുറക്കാം. സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലയോ ഞാൻ വന്നേ, പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണോ പ്രതികരണം ഉണ്ടാകുന്നേ. പക്ഷെ ഇവിടെ മറുപടി പറയുക, നായ്ക്കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇരുന്ന യേശു ചാടി എഴുന്നേറ്റു. കണ്ടോ, വലിയ പ്രസംഗത്തിലാണ് ചാടി എഴുന്നേറ്റ് അല്ല, ഇവിടെ മറുപടിയില് രക്തത്താലെ ജയം, രക്തത്താലെ ജയം. അങ്ങനെ കർത്താവ് എഴുന്നേക്കുവന്നേ, അങ്ങനെ കർത്താവ് എഴുന്നേക്കുവന്നേ. മുമ്പേ ഞാൻ ഹന്നയുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ. വീട്ടിൽ ഇവിടെ ഓർമ്മുമ്പോ എന്ത് ചെയ്തില്ല, തുറന്നില്ല. ഓടി എഫ്രീം മലനാട്ടിൽ ഓടി. പച്ച മലയാളത്തിൽ പറഞ്ഞ കാല് കണ്ട നായെ പോലെ ഓടി ആലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുക. ഇത് ഭയങ്കര മർമ്മമാട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഹന്നയുടെ ഒരു പ്രാർത്ഥന എനിക്കൊന്ന് കിട്ടിയായിരുന്നല്ലോ, അതെങ്ങനെയാ പാസ്റ്ററേ? ഹന്നയുടെ പ്രാർത്ഥന ഏകാഗ്രത പ്രാർത്ഥനയാണ്. ഏകാഗ്രത ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നിപ്പം 8:30 7 മണിക്ക് തുടങ്ങിയതാ. ഒരു 10 മിനിറ്റെങ്കിലും ഏകാഗ്രത കിട്ടിയോ? ഒരു 15 മിനിറ്റെങ്കിലും ഏകാഗ്രത? അതിന്റെ മാസം അങ്ങനെ പറഞ്ഞേ. അന്ന് ഒരേ മഹാപുരോഹിതനെ ഉള്ളൂ, ഒറ്റ മഹാപുരോഹിതനെ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പൊ ഈ പാസ്റ്റർമാരെ ബഹുമാനിക്കുന്നതിനേക്കാളും ഒരു ലോഹയിട്ട് അച്ഛൻ ഇടക്കെട്ടുമായിട്ട് വന്ന ഇച്ചിരി ബഹുമാനം എന്ത് ചെയ്യും? അത് മാനുഷികമാണ്. എന്നാ ഒരു തിരുമേനിയാണല്ലോ, മിണ്ടുന്നില്ല. ഇവിടെ തിരുമേനിമാരില്ലയോ? താടിയൊക്കെ വളർത്തി. ഞാൻ ഇന്നാളൊരു അച്ഛനോട് ചോദിച്ചു, എല്ലാ തിരുമേനിയോ പബ്ലിക്ക് പോകുന്നതല്ലോ, ഈ താടി എങ്ങനെ കിട്ടുന്നേ? അപ്പൊ ആ അച്ഛനോട് ചിലത് വെപ്പാണ്. അന്നേരം ഞാൻ അറിയുന്നത് വെപ്പിന്റെ എന്നുണ്ട്. വെപ്പിന്റെ, കാരണം അതിന് ബഹുമാനത്തിന് അവരെന്ത് ചെയ്യാം. എന്തൊരുപാട്. അന്ന് ഒരു മഹാപുരോഹിതനെ ഉള്ളൂ. മഹാപുരോഹിതന്റെ വസ്ത്രം, ദേഹത്ത് തൊഴിൽ കിടക്കുന്ന മണികള്, നടക്കുമ്പോ ശബ്ദം കേൾക്കുന്നത്, ഇതെല്ലാം ഉണ്ട്. തന്റെ ചുറ്റും ആരവാരമുണ്ട്. പക്ഷേ ഹന്നയുടെ മുന്നേ വന്നിരുന്നപ്പോ ഹന്ന അറിഞ്ഞില്ല. ഈഗോ ഈഗോ മിണ്ടുന്നില്ല. ഇവിടെ ചുണ്ടിങ്ങനെ വരച്ചോണ്ടിരിക്കുക. ഇവിടെ ആരെ കാണുന്നില്ല. മഹാപുരോഹിതനെ കാണുമ്പോ സ്വർഗം ഇറങ്ങാതിരിക്കുവോ? അന്യഭാഷ നമ്മൾ പറയുന്നില്ല കേട്ടോ. പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല, യേശുവിനെ കിട്ടിയില്ല. പക്ഷെ മഹാപുരോഹിതൻ മുന്നേ വന്നെന്ന് അറിഞ്ഞില്ലെന്ന്. ഇപ്പൊ ഇവിടെ അമ്മാമ്മയുടെ ഈ കൊച്ചു എത്ര തവണ ചാടിയെന്ന് ചോദിച്ചാൽ അമ്മ പറയും 7 തവണ ചാടിയെന്ന് പറയും. കാരണം അതിന്റെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ഞാൻ ഈ പണ്ട് പിള്ളേരെയൊക്കെ വഴക്ക് പറയായിരുന്നു. പക്ഷെ എനിക്ക് 3 ഉണ്ടായപ്പോഴാ എനിക്ക് മനസ്സിലായത് ഇച്ചിരി പാടാണ്. അവനവന്റെ അനുഭവത്തിൽ വരുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയും, പിള്ളേരെ നോക്കണേ, നിങ്ങൾ വിളിച്ചോണ്ട് പോയിക്കോ. ആലയത്തിൽ വരുമ്പോ അവരുടെ അമ്മയോ അവരുടെ അപ്പനോ എന്ത് ചെയ്തോളൂ. അത് കഴിയുമ്പോ നിങ്ങൾക്ക് വേണേ 1 2 ദിവസത്തിന് കൊണ്ടുപോയിക്കോ. ഞങ്ങളൊന്ന് സ്വസ്ഥമാണ്, ആരും കിട്ടുന്നില്ല. ചില ആലയത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കളിപ്പിച്ചാൽ മതി. അതെന്താണെന്നറിയാമോ? ഞാനേ ഒത്തിരി നാൾ മുമ്പ് ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തപ്പോൾ അമ്മ കരഞ്ഞ് സാക്ഷ്യം പറയാം. അപ്പൊ ഞാൻ ദൈവത്തോട് പറയാത്തവേ, ഈ ദൈവദാസിയെ തൊടുന്ന ഒരു ദൂത് എനിക്ക് തരണേ. ഞാൻ എണ്ണിച്ചിട്ട് ചങ്ക് പൊട്ടിച്ച് പ്രസംഗിക്കുക.
ഞാൻ നോക്കുമ്പോ ഈ അമ്മാമ്മ ഒരു നൂല് കൊണ്ട് ഒരു കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എണ്ണിച്ച് ചന്ത കൂട്ടി എന്ത് ചെയ്യാം? അമ്മാമ്മയ്ക്ക് ഒരു നൂല് എന്ത് ചെയ്യാം? അമ്മാമ്മ ഒരു കൊച്ചു നൂലും പിടിച്ചോണ്ട് എന്ത് ചെയ്യാം? ആരാണ്ടര കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി, ആയുസ് തീരുന്നവരെ കരച്ചിൽ നിൽക്കത്തേ ഉള്ളൂ. വാഗ്ദത്തം നിറവേറത്തില്ല. വാഗ്ദത്തം നിറവേറണമെങ്കിൽ നിന്റെ അകത്തൊരു തുടിപ്പുണ്ടാകണം. ദൈവദാസന്മാരെ, അകത്തൊരു തുടിപ്പുണ്ടാകണം. ഇവിടെ എന്റെ ആ മൂലക്കിരിക്കുന്ന ഫോണുണ്ടല്ലോ, അത് ഡേഞ്ചർ സാധനമാണ്. അതിന്റെ ഉപയോഗം കുറയ്ക്കാമെങ്കിൽ നിന്റെ അകത്ത് ദൈവശക്തി കത്തും, നിന്റെ അകത്ത് ദൈവകൃപ കത്തും. ഇന്നത്തെ കാലത്ത് അഭിഷേകത്തെ വിഴുങ്ങുന്ന ഒരു സാധനമാണ് സൈഡിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു കിട്ടാമെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന കൃപ ചോദിക്കാൻ തുടങ്ങും. ഇന്ന് മലയാളം സഭയില് 30-35 വർഷമായി ഡോക്ടർ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഒറീസയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ആ ദൈവദാസൻ പ്രാരംഭത്തിൽ പ്രസംഗിച്ചോ വക്കീല് പറഞ്ഞു, കഴിയുമെങ്കിൽ ആലയത്തിൽ വരുമ്പോൾ ഫോൺ കൊണ്ടുവരാതിരിക്കാമെങ്കിൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ. മനോജ് ഡോക്ടർ ചിലർക്കറിയാം. ഞാൻ ഞെട്ടിപ്പോയി. ആ ദൈവമനുഷ്യൻ പറയുക, ഫോൺ നീ ആലയത്തിനകത്തേക്ക് വരുമ്പോ അത് നിന്റെ കയ്യിൽ ഇല്ലാതിരിക്കാമെങ്കിൽ കർത്താവിന്റെ അനുഗ്രഹം പലതാ. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇതിനകത്തുള്ള ദൈവദാസന്മാരെല്ലാം കണ്ടില്ലെങ്കിലും നീ തോണ്ടുന്നത് ദൈവം കാണും. ആലയത്തിൽ വന്ന് തോന്നരുത്, ശാപമാണ്. നീ ആലയത്തിൽ വരാതിരിക്കുന്ന നല്ലത്. ദൈവസന്നിധിയിൽ വന്ന് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തില്ലെങ്കിൽ ദൈവദാസന്മാർ അച്ഛായ അമ്മാവനെ കുറിച്ച് സോപ്പിടും. പക്ഷെ സോപ്പിന്റെ പരിപാടി കർത്താവിനില്ല കേട്ടോ. ഒരാൾ കുറയല്ലെന്നോർത്ത് ഞങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷെ ദൈവം ആശ്വസിപ്പിക്കത്തില്ല. അവൻ നീതിയുള്ളവനാ, അവൻ അന്യജാതികൾക്കോ കണ്ണുള്ളവനാ. ആലയത്തിൽ വന്ന ദൈവസന്നിധിയിൽ ഇരുന്ന അവനും മഹത്വം കൊടുക്കണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷന് സാങ്ഷൻ എടുക്കാൻ ഞാൻ SIയുടെ മുമ്പിൽ കോയിപ്പുറം സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ എന്റെ ഭയഭക്തി എന്തായിരുന്നു അറിയാം? 2 സ്റ്റാറുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ഇരുന്നപ്പോ ഇതൊന്ന് ഒപ്പിട്ട് തരണമല്ലോ. എന്തു ഭയഭക്തിയോടാ ഞാൻ 15 മിനിറ്റ് ചെലവഴിച്ചേ. കർത്താവ് എന്റെ ചങ്കിനകത്ത് അന്നേരം ചോദിച്ചു, ഈ ഭയഭക്തി എന്നോട് നിനക്കുണ്ടോ? അണ്ടകടകളെ മിളഞ്ഞവന്, ഭൂമിക്ക് മണൽ കൊണ്ട് അതിലിട്ടവന്, കൈകൊണ്ട് മിളഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി ഇതുവരെ ജീവനും ഭക്തിക്കും വേണ്ടി എന്നെ തന്ന് നടത്തിയ ദൈവത്തെ ആലയത്തിനകത്ത് കൊണ്ട് കോക്കാമ്പിച്ച് കാണിച്ച് ദൈവത്തിന് ലജ്ജ വരുത്തരുത്, ദൈവത്തിന് അപമാനം വരരുത്. നിന്റെ കസേര ഒഴിഞ്ഞു കിടന്നാലും കുഴപ്പമില്ല. ആലയത്തിന് വെളിയിലിറങ്ങുന്നത് നീ ശാപം വഹിച്ചോണ്ടാകരുത്. ഭവനത്തിനകത്ത് പോർമുഖം തുറക്കാഞ്ഞവൻ ആലയത്തിനകത്തും പോർമുഖം തുറന്നില്ല. ആലയത്തിനകത്തും എന്ത് ചെയ്തില്ല? ഭവനത്തിൽ ജയിച്ചെന്ന് പറഞ്ഞ് ജയമായില്ല കേട്ടോ. അടുത്തതിന്റെ മുമ്പിൽ നിൽക്കുക. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ശല്യത്തിനെ ജയിച്ചെന്ന് ചിന്തിക്കല്ല. ഇന്നലകളിൽ ജയിച്ചപ്പോൾ ആ വിഷയത്തെ മാറ്റി അതിനെക്കാട്ടി കട്ടിയുള്ള വിഷയവുമായി അന്ധകാര മണ്ഡലങ്ങൾ നിൽക്കുക. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അകത്ത് കൃപ ദൈവം തന്നതുകൊണ്ട്, അകത്ത് ദൈവാഭിഷേകം ദൈവം തന്നതുകൊണ്ട് ജയിക്കാനും ഒരു കൃപ ദൈവം തരും. ആലയത്തിൽ ജയിച്ച കൃപ കൊണ്ട് ഒക്കത്തില്ല. അങ്ങനെ ഒരു കൃപയ്ക്ക് വേണ്ടി എത്ര ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. വളരെ കഠിനമായിട്ടാ ഏലി മറുപടി പറഞ്ഞു. എല്ലാ പശ്ചാത്തലവും നിങ്ങൾക്ക് അറിയാം. പക്ഷേ അവർക്ക് വേണം ഏലിയോടൊരു പോർമുഖം തുറക്കാം. എന്റെ കുഞ്ഞുങ്ങൾ പോലും പബ്ലിക്കായിട്ട് വഴക്ക് പറയുമ്പോൾ എന്നോട് പറയും, വേണേ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്താൽ മതി, ശാസിച്ചാൽ മതി. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ പപ്പ ഇൻസൾട്ട് എന്ത് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഒരു മോൻ പറഞ്ഞിട്ട് പേഴ്സണൽ സ്പേസിൽ കയറി എന്ത് ചെയ്യണ്ട. കുഞ്ഞുങ്ങളുടെ വാക്കുകളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ലെവലിലല്ല അവർ ചിന്തിക്കുന്നത്. കാലത്തിനനുസരിച്ച് ദൈവദാസന്മാര് മാറണം. നമ്മളും അപ്ഡേഷൻ വരണം. യൗവന തലമുറയെ പിടിച്ചേ ഒക്കത്തുള്ളൂ. പൈശാചിക മണ്ഡലത്തിന്റെ അജണ്ട എന്തെന്നറിയാമോ? അടുത്ത ഒരു കുഞ്ഞിനെ ദൈവസഭയ്ക്കകത്ത് നിർത്തത്തില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ല. 14-15 വയസ്സാകുമ്പോ ഇവന്റെ അകത്തുനിന്ന് ദൈവചിന്ത മാറുക.
ഇവന്റെ അകത്തുനിന്ന് ദൈവചിന്ത മാറുക. തോന്നുന്ന പോലെ ജീവിക്കാൻ ഒരു ആഗ്രഹം, പൈശാചിക മണ്ഡലങ്ങൾ ഇടുക. ഇന്ന് രാത്രി മാതാപിതാക്കന്മാരെ, നമ്മുടെ തലമുറയോർക്ക് കരയണം, നമ്മുടെ തലമുറയോർക്ക് നിലവിളിക്കണം. അടുത്തൊരു തലമുറ ദൈവസഭയ്ക്കകത്ത് കയറണ്ടെന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലം വെല്ലുവിളിക്കുമ്പോ ചില ദിവസം മുമ്പ് ഒരു അച്ഛൻ എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്റർ എന്റെ മോന്റെ മുടി ഒന്ന് മുറിച്ചു തരാമെങ്കിൽ പാസ്റ്റർ ചോദിക്കുന്ന പൈസ ഞാൻ തരാമെന്ന്. അവന്റെ മുടി മുറിക്കാൻ ഒക്കത്തില്ല. അവന്റെ മുടി എന്തിയാകത്തില്ല. 11ാം ക്ലാസ് ആയതേ ഉള്ളൂ, അത് നല്ല കൊച്ചു തന്നെ. പക്ഷെ അവന്റെ മുടി എന്തിയാകത്തില്ല. അവന്റെ കാലം അങ്ങനെ മാറി കേട്ടോ. എന്തോ യുവസപ്രാർത്ഥന പ്രാരംഭ രാത്രി ഞാൻ പറയട്ടെ, എന്റെ കൊച്ചു നല്ലതാണെന്ന് ഒരമ്മയും പറയല്ലേ, എന്റെ കൊച്ചു നല്ലതാണെന്ന് ഒരപ്പനും പറയല്ലേ. അവന് കിട്ടേണ്ട ശാസന കിട്ടണം, അവന് കിട്ടേണ്ട തർജ്ജന കിട്ടണം. ദൈവദാസന്മാർ അവരെ ശാസിക്കട്ടെ, അധ്യാപകർ അവരെ വഴക്കു പറയട്ടെ. അധ്യാപകരോ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകനൊന്ന് അടിച്ചെന്ന് പറഞ്ഞ് കോടതി കേസ് കൊടുക്കുന്ന മാതാപിതാക്കന്മാരുള്ള കാലത്തിലേക്ക് ഈ കാലഘട്ടം മാറിയപ്പോ ഇന്ന് രാത്രി നമ്മുടെ തലമുറയെ എങ്ങനെ പിടിക്കാനൊക്കെ അഭിഷേകമുള്ള ദൈവമക്കൾ പ്രാർത്ഥനയാണ്, കണ്ണുനീരോ തുറന്നു വിടട്ടെ. എന്റെ കർത്താവേ, എന്റെ തലമുറ ഈ അന്നയും ശൗമ്പലും തന്നെ ഉദാഹരണമാണ്. ആലയത്തിലേക്ക് വന്നത് ഹന്നയുടെ മകനായിട്ടാ. പക്ഷെ ഒരധ്യായം അങ്ങോട്ട് മറിക്കുമ്പോ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ട ദൈവത്തിന്റെ സത്യപ്രവാചകനായ ശമൂവേലിന്റെ മാതാവായി ഹന്ന മാറി. കണ്ടോ, ഒരധ്യായം മാറി അഡ്രസ് മാറുന്നത് കണ്ടോ. അടുത്ത അധ്യായം വരുമ്പോ എന്റെ കുഞ്ഞിലൂടെ ഞാൻ അറിയപ്പെടണം. എത്ര ദൈവമക്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നു? എന്റെ തലമുറയിലൂടെ ഞാൻ അറിയപ്പെടണം. എന്റെ ദേശത്ത് എന്റെ തലമുറ യശസ് കുറയുകയല്ല, അവൻ വഴിതിരിഞ്ഞു പോകുകയല്ല, അവൾ വഴിതിരിഞ്ഞു പോകുകയല്ല. അവളുടെ മാന്യതയിൽ ഞാൻ അറിയപ്പെടാൻ ഇടയാകണം. തലമുറകളെ കുറിച്ചൊരു ഭാരം നമ്മുടെ അകത്ത് വരണം. ഈ വസപ്രാർത്ഥനയെ കൊതിക്കണം. എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയണം. എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയണം. ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിഷേകം അറിയാം. അവരൊന്ന് തയ്യാറായ ഇന്ന് രാത്രി എനിക്കുറപ്പാ. തലേ കൈവച്ച് എന്ന് പറയിപ്പിക്കേണ്ട ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം അവരൊന്ന് കൈയടിക്കാൻ തയ്യാറായ, അവരൊന്ന് വാതുറക്കാൻ തയ്യാറാ. തലമുറകളിലേക്ക് ഈ ഉപവാസത്തിലൊരു ദൈവശക്തി, തലമുറകളിലേക്ക് ഈ ഉപവാസത്തിലൊരു ദൈവശക്തി. അന്യഭാഷ പറ, അമ്മമ്മ വാദവും അന്യഭാഷ പറ. തലമുറ അത് കേൾക്കട്ടെ. എന്റെ അപ്പൻ ആരാധിക്കുന്ന അപ്പന, എന്റെ അമ്മ ആരാധിക്കുന്ന അമ്മയോ. കുറ്റപ്പറച്ചിലുകൾ മാറ്റിവെച്ചിട്ട്, വിമർശനങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവ സന്നിധിയിലേക്ക് ഒരു തലമുറ വരട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കണ്ണുകളെ അടയ്ക്കുന്ന പോലുകൾ അഴിയട്ടെ. ഹൃദയദൃഷ്ടിയെ തടഞ്ഞു വെച്ച് ഏതൊക്കെയോ മണ്ഡലത്തിൽ കൊണ്ട് കുരുക്കിയിടുന്ന പോലുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ. രക്തം ജയമെടുക്കുന്നു. Thank you precious Holy Spirit. Thank you precious Holy Angel. ഇത് അങ്ങയുടെ സമയമാ അപ്പച്ച, ഇത് അങ്ങയുടെ സമയമാ. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെ മേലോ ആ അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, ആ ദൈവകൃപയുടെ നദി ഒഴുകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, വെല്ലുവിളികൾ അണിയട്ടെ, രോഗമണ്ഡലങ്ങൾ അണിയട്ടെ, ഇരുളിന്റെ മേഖലകൾ അണിയോ.
അടിപോയി എന്ന ദൈവമനുഷ്യന്റെ അനുഭവം ഒന്ന് കേൾക്കാനിടയായി. അത് വേറെ ഒന്നുമല്ല. ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ നിന്നപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, ഇവിടെ എന്തിനാ നിൽക്കുന്നത്? ദൈവം എന്നോട് ചോദിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, അക്ഷരികമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് ദൈവം നിന്ന് ചോദിച്ചു, അല്ല എൻ്റെ ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞ കർത്താവേ, ഇന്ന കാര്യം ചെയ്യാനാ. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഈ കാര്യം ചെയ്യണമെങ്കിൽ 800 രൂപയ്ക്ക് ഒരു ബംഗാളിയെ നിർത്തിയാൽ എന്ത് ചെയ്യും? 800 രൂപയ്ക്ക് ഒരു ബംഗാളിയെ നിർത്തിയ എന്നോട് പറഞ്ഞ കാര്യം, നിങ്ങളെ കുളിക്കുകയല്ല, എന്നെ കുളിക്കുക. 800 രൂപയ്ക്ക് ഒരു ബംഗാളിയെ, പക്ഷേ ഞാൻ നിന്നെ ഇരുത്തിയെടുത്ത് നീ അവനെ ഈ കൊണ്ടിരുത്താനോ? ഞാൻ നിന്നെ ഇരുത്തിയ പ്രാർത്ഥനാ റൂമിൽ അവനെ കൊണ്ടിരുത്താനോ? ജോലി ചെയ്യണ്ടെന്നല്ല, പക്ഷെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതല്ല. അടിപോയി എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആ ഭക്തൻ ഒറ്റ കാര്യം ആഗ്രഹിച്ചുള്ളൂ, ദൈവമേ എനിക്കൊരു വീട് തരണം. എന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങാം. ആ ദൈവമനുഷ്യനോട് കർത്താവ് പറയും, ഞാൻ നിനക്ക് വീട് തരത്തില്ല. വീട് തരത്തില്ലെന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകല്ല, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ആ ദൈവമനുഷ്യൻ ഒരു തവണ മുട്ടുമടങ്ങി ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് 32 മണിക്കൂർ കഴിഞ്ഞ് അതാണ് എണ്ണിച്ചത്. നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ അസാധാരണം അത് ചെയ്യുന്ന ദൈവമാണ്. അസാധാരണമായി ഇത് ചെയ്യുന്നത് ആരാ? ദൈവമാണ്. ആ ദൈവമനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് വീടല്ല തരുന്നത്, നീ നിൽക്കുന്ന പട്ടണം ഞാൻ നിനക്ക് തരും. ഞാൻ നിൽക്കുന്ന പട്ടണം നിനക്ക് ഞാൻ എന്ത് ചെയ്യും? എത്ര പേർക്ക് മനസ്സിലായി? 200 ഏക്കറിൽ അദ്ദേഹത്തിന്റെ സഭ നിൽക്കുന്നത്. അതിന് മുകളിലോട്ട് വന്നാലേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവം ഇരുത്തിയിടത്തുനിന്ന് ഇരുന്നാല് ഒരു ചെറിയ വീട് കൊണ്ട് നീ ഒതുങ്ങത്തില്ല, ഒരു ചെറിയ സഭ കൊണ്ട് നീ ഒതുങ്ങത്തില്ല. സ്ഥലമാറ്റം വരുമ്പോൾ 10 കുടുംബങ്ങൾ ഒരു സഭ കിട്ടിയാൽ കൊള്ളാമെന്നൊരു ചിന്തയിൽ നീ മൂവ് ചെയ്യത്തില്ല. പട്ടണത്തെ പിടിക്കത്തക്ക രീതിയിൽ ഒരു അഭിഷേകം എന്റെ മേഖലകളെ ഇന്ന് രാത്രി ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നത്. എന്റെ